എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഇസക്കുട്ടിയുടെ നൂലുകെട്ടാണ്. ഇസക്കുട്ടി നമ്മുടെ സുബിനേട്ടന്റെ റോസ്മിൻ ചേച്ചിയുടെയും സെക്കൻഡ് ബേബിയാണ്. നമ്മുടെ കുഞ്ഞൂസിന്റെ അനിയത്തിയാണ്. ഇസക്കുട്ടി വന്നിട്ട് 28 ദിവസമായെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല കേട്ടോ. എത്ര പെട്ടെന്ന ദിവസങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇസക്കുട്ടിയൊക്കെ ഒരുങ്ങി കേട്ടോ. നിറച്ചും പൂക്കളൊക്കെ ഉള്ള ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നേ. ഇസക്കുട്ടി ഇങ്ങനെ കിടക്കുന്ന കണ്ടപ്പോഴേ പാത്തുക്കുട്ടന്റെ ഒരു ഫോട്ടോ എനിക്ക് ഓർമ്മ വന്നത് ഇതാണ് കേട്ടോ. അന്ന് പാത്തുക്കുട്ടൻ കിടന്ന പോലെ തന്നെ ഇസക്കുട്ടി കിടക്കുന്ന പോലെ തോന്നിയേ. ഇന്ന് പാത്തുക്കുട്ടൻ വലുതായി 2.5 വയസ്സ്, 2.5 അല്ല കേട്ടോ, 3 വയസ്സാവാറായേ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുവേ പാത്തുക്കുട്ടൻ ഇനി വലിയതാവണ്ടായിരുന്നു, എൻ്റെ കൂടെ എന്നും ചെറുതായിട്ട് തന്നെ ഇപ്പോൾ ഉള്ളതുപോലെ എൻ്റെ കൂടെ എപ്പോഴും ഒട്ടി ഇങ്ങനെ നിന്നാൽ മതിയായിരുന്നേ. പക്ഷെ എന്തായാലും അതൊന്നും നടക്കില്ലല്ലേ. അവളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ അവൾ നേടിയെടുത്തല്ലേ പറ്റത്തുള്ളൂ. ആക്ച്വലി പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഇവിടുത്തെ 1:30-ക്കാണേ. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവത ഒരു വഴക്കും ഇല്ലാതെ നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട്. പാത്തുക്കുട്ടൻ ഇന്ന് എല്ലാവരും ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കുഞ്ഞാവയുടെ അടുത്ത് അടുക്കാനായിട്ട് ഒരു മടി. ഇല്ലെങ്കിൽ എപ്പോഴും അവൾ കുഞ്ഞാവേന്ന് പറഞ്ഞ് ഓടും കേട്ടോ. ആദ്യം തന്നെ അവളെ പോയി കണ്ടിട്ടേ അവൾ വരത്തുള്ളേ. അപ്പോൾ കുഞ്ഞാവ നൂല് കെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണേ. ഇത് തലേദിവസം അറേഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർ നാട്ടിൽ ആഘോഷിക്കാനായിരുന്നു കേട്ടോ നൂലുകെട്ടൊക്കെ നല്ല ഗ്രാൻഡായിട്ട്. പക്ഷെ അവർക്ക് നാട്ടിൽ പോകുന്ന കാര്യം കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് ഇവിടെ ആഘോഷിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിൽ കൂടാൻ പറ്റിയേ. അപ്പോൾ സുബിനേട്ടൻ്റെ റോസ്മിൻ ചേച്ചി നൂല് കെട്ടാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണേ. നമ്മുടെ മക്കളുടെ എല്ലാ ഒക്കേഷൻസും അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പേരൻസിന് എന്നും ഒരു സ്പെഷ്യൽ മൊമെന്റ് തന്നെ ആയിരിക്കും. എൻ്റെ പാത്തുക്കുട്ടൻ്റെ എല്ലാ ഒക്കേഷൻസും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ഒക്കേഷൻ മാത്രം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, നൂലുകെട്ട് തന്നെയാണ്. തലേദിവസം തന്നെ സാരി അടക്കം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി അന്നത്തെ ദിവസം. ഒരിക്കൽ കൂടി ആ ദിവസം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണേ. അങ്ങനെ നമ്മുടെ ഇസബല്ലയുടെ നൂലുകെട്ട ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ സുബിനേട്ടൻ നൂല് കെട്ടാനായിട്ട് പോവുകയാണ്. കുഞ്ഞൂസിന്റെ നൂല് കെട്ടിയത് സുബിനേട്ടൻ, അതുകൊണ്ട് പ്രാക്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല കേട്ടോ, സുബിനേട്ടന് കുഞ്ഞു പിള്ളേരെയൊക്കെ കെയർ ചെയ്യാൻ നല്ല രീതിക്ക് പഠിച്ച് കുഞ്ഞാവയുടെ കാര്യങ്ങളാണെങ്കിലും സുബിനേട്ടൻ നല്ല രീതിക്ക് തന്നെ നോക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവെ നല്ല രീതിക്ക് തന്നെ സഹകരിച്ച് കരയാതെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരുന്ന് കേട്ടോ. കുഞ്ഞൂസ് മാത്രം ഈ സംഭവങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. ആള് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. നമ്മൾ ഉച്ചയ്ക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ കുഞ്ഞൂസിന് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഉറക്കവും വരുന്നുണ്ടായിരുന്നേ. ആൾക്ക് നല്ല ക്ഷീണമായിരുന്നു. അതുകൊണ്ടെല്ലാം കുഞ്ഞൂസ് അത്രയ്ക്ക് നല്ല മൂഡിലൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനവിടെ മാറിയിരിക്കുമായിരുന്നേ. വഴക്കൊന്നും ഇല്ലായിരുന്നേ. അവനവിടെ തന്നെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങോട്ട് എത്ര വിളിച്ചിട്ടും വന്നില്ല കേട്ടോ. അതാണ് അവനെ കാണാത്തത്. പിന്നെ എല്ലാവരും ഓർത്ത് അവനും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെന്ന്. അങ്ങനെ 28ാമത്തെ ദിവസം സുബിനേട്ടൻ നമ്മുടെ ഇസക്കുട്ടിക്ക് നൂല് കെട്ടിയിട്ടുണ്ട്. ഇന്ന് തന്നെയാണ് ആദ്യമായിട്ട് നമ്മുടെ ഇസക്കുട്ടിക്ക് കണ്ണെഴുതിയതും പൊട്ടു കുത്തിയതും സ്വർണ്ണം ഇട്ടതും ഒക്കെ. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടപ്പോൾ ആളാകെ മാറിപ്പോയി കേട്ടോ. ഇസക്കുട്ടിയുടെ ഫേസിന്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറിപ്പോയേ. അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ നൂലൊക്കെ കെട്ടിച്ചതിന് ശേഷം ഇവിടെ കരിവള ഇടുവാണ് കേട്ടോ. നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി ഒരുപാട് ആചാരങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇന്ന് നമുക്കത് പലതും എന്തിനാണ് ആചരിക്കുന്നതെന്ന് പോലും അറിയില്ല. അതിന്റെ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളും ഒന്നും തന്നെ അറിയില്ല. പക്ഷെ ഒന്നറിയാമല്ലേ, ഇതിൻ്റെയൊക്കെ എൻ പ്രോഡക്റ്റ് സന്തോഷവും സമാധാനവും എല്ലാവരുമായിട്ടുള്ള ഒത്തുചേരലും ഒക്കെയാണ് നൽകുന്നതെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് എന്താണല്ലേ ഉള്ളത്. ഇന്ന് നമ്മുടെ ഇസക്കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ് കേട്ടോ നടക്കുന്നത്. അതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നേ. അത് മാത്രമല്ല നമ്മളെല്ലാവരും ഒത്തുചേർന്നതിന്റെ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പെണ്ണെല്ലാം അതിശയത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നേ. ഇനി അടുത്തത് എന്താന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഫോട്ടോയ്ക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാനും മറന്നിട്ടില്ല കേട്ടോ. എന്തായാലും നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതല്ലേ, അപ്പം ഞാനൊന്ന് നോക്കിയേക്കാന്നുള്ള രീതിയിലായിരിക്കുവേ. ഇസക്കുട്ടിക്ക് പിന്നെ എത്ര പേര് വന്നാലും ഒച്ച വെച്ചാലും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ആദ്യം തൊട്ട് തന്നെ അവൾക്ക് ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇസക്കുട്ടീനെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുവാണേ. കുഞ്ഞാവ് വരുമ്പോൾ എടുത്ത് പഠിക്കണമല്ലോ. പാത്തുക്കുട്ടനുണ്ടായപ്പോൾ എനിക്ക് ആദ്യം എടുക്കാനൊക്കെ നല്ല പേടിയായിരുന്നേ. ഇപ്പോൾ കുഞ്ഞാവ് കയ്യിൽ നിന്ന് താഴെ പോവും അങ്ങനെയൊക്കെയുള്ള പേടിയായിരുന്നേ. അപ്പോൾ എൻ്റെ അനീതിയാണ് കേട്ടോ എനിക്ക് എടുത്തൊക്കെ തന്നോണ്ടിരുന്ന. ആദ്യം അവള് നേഴ്സായതുകൊണ്ട് അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നേ. അപ്പൊ എന്തിനും ഏതിനും ഞാൻ അവളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നേ. എടി ഒന്ന് എടുത്തു താടിയെന്നും പറഞ്ഞോണ്ട്. തീരെ കുഞ്ഞിലെയാണ് കേട്ടോ. ആദ്യം മാത്രമാണ് ആ ഒരു ബുദ്ധിമുട്ട്. അത് പിന്നെ താങ്ങാൻ ആളുള്ളപ്പോൾ അങ്ങനെയാണല്ലോ. ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യും. അങ്ങനെ നമ്മുടെ ചടങ്ങുകളൊക്കെ ഇവിടെ കഴിഞ്ഞേ. ഇത്രയും സമയമായിട്ട് ഇതൊന്നും ഗവനിക്കാതെ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കുഞ്ഞൂസ് തന്നെയാണ് കേട്ടോ. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ആൾക്ക് അത്രയും ക്ഷീണമായിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഈ സമയം കണ്ട് ഓടി നടന്നേനെ. കുറച്ച് സമയമൊക്കെ പിടിച്ചു നിന്നു. അതിനുശേഷം കുഞ്ഞൂസ് തന്നെ ഉറങ്ങിപ്പോയായിരുന്നേ. അപ്പം അത്രയ്ക്ക് ക്ഷീണമായിട്ടായിരിക്കുമല്ലോ.
ഇത് പാത്തുക്കുട്ടൻ ഇവിടെ മുല്ലപ്പൂ ഒക്കെ ചൂടിയാണ് ഇരിക്കുന്നത്. പാത്തുക്കുട്ടന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഈ സമയം പാത്തുക്കുട്ടനെ സ്ഥിരമായിട്ട് ഞാൻ ഉറക്കുന്ന സമയമായിരുന്നേ. പക്ഷെ പാത്തുക്കുട്ടൻ വീട് വിട്ട് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൾക്ക് എത്ര ഉറക്കം വന്നാൽ പോലും അവൾ ഉറങ്ങത്തില്ല കേട്ടോ. അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കണേ. വണ്ടിയിലൊക്കെ ആണെങ്കിൽ ആൾ നല്ലതായിട്ട് ഉറങ്ങിക്കോളും. അതിനുശേഷം നമ്മളിതാ ഫോട്ടോ സെഷൻ ആയിരുന്നേ. അപ്പം നമ്മുടെ ടേൺ വന്നപ്പോൾ നമ്മളും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫോട്ടോ സെഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയേ. അപ്പോൾ കുഞ്ഞുമക്കൾക്കെല്ലാം വിശക്കുന്നുള്ളതുകൊണ്ട് അവർക്ക് ആദ്യം തന്നെ കൊടുത്തേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിൻ്റെ മൂഡിലായതുകൊണ്ട് വാശിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ വെച്ചോണ്ട് വീഡിയോ കൂടെ എടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ച് സമയത്തിന് ശേഷം പിള്ളേരൊക്കെ നല്ല ആക്റ്റീവായേ. അതിനുശേഷമായിരുന്നു കേട്ടോ ഇവിടെ മേളം. അപ്പോൾ അവർ 3 പേരും കൂടെ ഡാൻസും പാട്ടും അതിനുശേഷം അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ദിവസം അവരും ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. പാത്തുക്കുട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുപെണ്ണിനെ വന്ന് മടിയിലൊക്കെ വെച്ച് കൊഞ്ചിക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ആയിരുന്നു കേട്ടോ. പാത്തുക്കുട്ടന് പിന്നെ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ കുഞ്ഞായതുകൊണ്ട് നമുക്ക് അത്രയും ഫ്രീഡത്തിൽ തന്നെ എടുക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് കേട്ടോ. ചില കേസസിൽ അങ്ങനെയൊന്നും പറ്റാറില്ല. നമ്മൾ കുഞ്ഞിനെ ഒന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റീസൺ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നവരും ഉണ്ട്. ഇവിടെ സുബിനേട്ടനും റോസ്മിൻ ചേച്ചി നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെ തന്നെയാണ്. ഒരു ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും എല്ലാം നമുക്കിവിടെ ഉണ്ട്. ഈ കാരണം കൊണ്ടൊക്കെ തന്നെ ഇസക്കുട്ടി നമ്മുടെയും കൂടെ കുഞ്ഞെന്നൊരു ഫീലിംഗ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഇസക്കുട്ടിയുടെ 28 കെട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ച് ലൈഫ് ലോങ് അവൾ എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ. ഈ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.